സുന്നിയുടെ ഹൃദയത്തിലേറ്റ മുറിവിൻ്റെ പേരാണ് ബാബർ. ഇത് പറയുന്നത് തിരുവനന്തപുരത്തെ മേയറമ്മയാണ്. മേയറമ്മ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. പള്ളി തകർക്കപ്പെട്ടതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രവും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മേയറമ്മ എവിടെയൊക്കെയോ മറന്നുപോയി. 4 വോട്ടിന് വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരം നുണകൾ പടച്ചു വിടുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്താണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ആര്യയെ സംബന്ധിച്ചിടത്തോളം ബാലസംഘത്തിലൂടെ ഉയർന്നു വന്ന് നല്ല ഒരു നേതാവായി മാറിയ ആളാണ് ആര്യ രാജേന്ദ്രൻ. കാരണം നല്ല നേതാവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വ്യക്തിപരമായി ഒരു ആൾ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു സ്ഥാനം പാർട്ടി കൊടുക്കുന്നു. ആ രീതിയിൽ വളർച്ചയിൽ നല്ല നേതാവായി മാറിയ ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. പക്ഷേ അതിൻ്റെ പക്വത ആര്യ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം പലപ്പോഴായിട്ട് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളുണ്ട്. അവരെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകളുണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഞാൻ അവരെ അനുകൂലിച്ചിട്ടുമുണ്ട്. കാരണം ഈ പറഞ്ഞ ഒരു ബസ് ഡ്രൈവറുമായി യദുവായി ബന്ധപ്പെട്ട വിഷയം, ആ കാര്യത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൽ ഞാൻ അവരുടെ ഭാഗത്താണ് നിന്നത്. അതിവിടെ ചർച്ചാ വിഷയമല്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോയതാണ്. ഇവിടെ ആര്യ വളരെ കൃത്യമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. CPM-ൻ്റെ മറ്റ് നേതാക്കന്മാരാരും ഇടാത്ത എന്നല്ല, അവരാരും അത്രയ്ക്ക് ഗൗരവകരമായി ഇടാത്ത ഒരു പോസ്റ്റിനെ ആര്യ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുവെങ്കിൽ ആര്യയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി മുസ്ലിം പിന്തുണ ഉറപ്പുവരുത്തുക എന്നൊരു കാര്യം ആര്യ ലക്ഷ്യമെടുത്തുണ്ടാവാം. ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി ഈ മേയർ സ്ഥാനത്ത് നിന്ന് മാറുമെന്നും പിന്നീട് ഒരു MLA സ്ഥാനം ആയിരിക്കാം ആര്യ ലക്ഷ്യമിടുന്നത്. പ്രശാന്ത് അങ്ങനെയാണല്ലോ MLA ആയത്. അതുപോലെ തന്നെയും നിർത്തി നിർത്തുമ്പോൾ മുസ്ലിങ്ങളുടെ പിന്തുണ തനിക്ക് 100% വേണം എന്നുള്ള ഒരു അല്ലേ, അത് 100% വേണമെന്നുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ്. അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയ സമയവുമാണ് ഇപ്പോൾ. ഒന്നുകിൽ ഈ പറയുന്ന അടുത്ത മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി മേയർ ആവാനുള്ള ഉദ്ദേശമോ, ഇനി അതല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MLA ആവാൻ. ഇപ്പം സച്ചിൻ ദേവ് ബാലുശ്ശേരി MLA ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ ഒരു ഒരു നോട്ടം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മുസ്ലിം വോട്ടുകളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഓൺ ചെയ്യുന്ന ആർക്കും പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റും കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യസഭാ സീറ്റൊക്കെ കൊടുത്തുകൂടാ എന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇവിടെ എന്ത് നടക്കണമെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എന്ത് ചെയ്യണം, അങ്ങ് പുകഴ്ത്തി അങ്ങ് മുകളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അല്ലെങ്കിൽ ഗതികേട് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ പള്ളി, അതായത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അയോധ്യയിലെ പള്ളി പൊളിക്കപ്പെട്ടു. ശരിയാണ്, അന്ന് അത് സംഭവിച്ചു. അത് പള്ളി പൊളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി പറഞ്ഞ വാക്ക് പള്ളി പൊളിച്ചത് ശരിയാണ് എന്ന് പറയുന്നില്ല. സുപ്രീം കോടതി ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പള്ളി പൊളിച്ചത് ശരിയാണ് എന്ന് സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താണ്? ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് തന്നെ പറയണമല്ലോ. ഏത് കാലഘട്ടത്തിലായാലും ഒരു മനുഷ്യൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മളെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ വൈകാരികമായി കാണുന്ന ഒരു സ്ഥലമാണ് ശ്രീരാമൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന അയോധ്യ. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് മെക്ക എത്രത്തോളം പ്രാധാന്യമുള്ളതുമാണോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ശ്രീരാമൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു MES-ൻ്റെ. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു പള്ളി മാറി ഒരു അമ്പലം വന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിം മതവിശ്വാസികൾക്കൊന്നും വരാനില്ല. കാരണം അതൊരു പൊളിഞ്ഞ പള്ളിയാണ്, ബാബറി പള്ളിയാണ്. അത് ബാബറി എന്ന് പറയുന്ന ബാബറിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ബാബർ നിർമ്മിച്ചതാണ്. ആരാണ് ബാബറി എന്ന് പറയുന്നത്? ലൈംഗിക അടിമയായിരുന്നു ബാബറി. അത് മനസ്സിലാക്കണം. ബാബറിന്റെ ലൈംഗിക അടിമയായിരുന്ന ബാബറിക്ക് വേണ്ടി ബാബറിയുടെ പേരിൽ നിർമ്മിച്ചതാണ് ഈ പറയുന്ന പള്ളി എന്ന് പറയുന്നത്. അത് തന്നെ അള്ളാഹുവിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. പിന്നെ അതത്രയും ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ, ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അന്നത്തെ കലാപത്തിൽ അത് സംഭവിച്ചു. അപ്പോൾ അവിടെ സുപ്രീം കോടതി ഒരു പരിശോധന നടത്തുകയും സുപ്രീം കോടതിക്ക് കൃത്യമായി മനസ്സിലാക്കുകയും സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏത്? ഇവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു. അതിൻ്റെ തെളിവുകൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആര് ഭരിക്കുന്ന സമയത്താണ് ആർക്കിയോളജിക്കൽ സർവേ അവിടെ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ സർവേ നടത്തിയത്? കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ മൊത്തം കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുന്ന സമയം, കോടതികൾ പോലും കോൺഗ്രസിനെതിരെ വിധി പറയാൻ ഭയക്കുന്ന ഒരു സമയത്ത് അടിത്തട്ടിലെ കോടതികൾക്ക് വരെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യേണ്ടി വന്നു?
ഈ പറയുന്ന ബാബറി മസ്ജിദിനെ ഓൺ ചെയ്യേണ്ടി വന്നു. അതായത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലൊരു വിധി അവർക്ക് പ്രസ്താവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് അവിടെ രാമക്ഷേത്രം തന്നെ വരട്ടെ, രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അത് രാമജന്മഭൂമിയാണ് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ എന്നിട്ടും അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജ് നമ്മുടെ ഇപ്പം വിരമിച്ച ചന്ദ്രചൂഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റിയില്ല. യഥാർത്ഥത്തിൽ രണ്ട് മതവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞതിനെ പലരും വളച്ചൊടിച്ചു. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണോ വിധി പ്രഖ്യാപിക്കുക എന്നൊക്കെ ചോദിച്ചു. പക്ഷേ തെളിവുകൾ മുഴുവൻ രാമജന്മഭൂമിക്ക് അനുകൂലമായിരുന്നിട്ട് കൂടി ചന്ദ്രചൂഡിന് അവിടെ വിധി പ്രസ്താവിക്കാൻ കഴിഞ്ഞില്ല. നോക്കണം, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ തീരുമാനങ്ങളിലേക്ക് പോലും ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുക്കാൻ പോലും ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സാധിക്കാത്ത രീതിയിൽ, അതായത് ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇവിടെ ഒരു കലാപം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ട് പോലും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ. എന്നിട്ട് ഈ പൊളിച്ചു കളഞ്ഞ രാം ജന്മഭൂമിയെ പറ്റി ആർക്കും ഒരു അക്ഷരം മിണ്ടണ്ട. അവിടെ അത് ബാബർ ചെയ്തതല്ലേ, അത് ബാബറിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, അവിടെ ഈ മസ്ജിദ് ഉണ്ടായിരുന്നല്ലോ. ഇതൊരു വലിയ പൊളിറ്റിക്കൽ വിഷയമായി നിന്നതാണ്. ഇതൊരു വലിയ വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. അവിടെ ഈ പറയുന്ന ഒരു ഹിന്ദുക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആ ഡിവൈഡിങ് ഒരിക്കലും നിൽക്കരുത് എന്നുള്ള രീതിയിൽ അത് അവിടെ അവസാനിപ്പിക്കണം. അത് അവിടെ രാമജന്മഭൂമി അവിടെ ക്ഷേത്രം വന്നു, തൊട്ടപ്പുറത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി പള്ളി പണിയാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. രണ്ടും ചെയ്യുന്നത് രണ്ട് ട്രസ്റ്റുകളാണ്, ഒന്നൊരു ഇസ്ലാമിക് ബോർഡും ഒന്ന് ഈ പറയുന്ന രാം ജന്മഭൂമി ട്രസ്റ്റും. ഇതിലൊന്നും തന്നെ സർക്കാരിന് യാതൊരു പങ്കാളിത്തവും ഇല്ല. അവർ സ്വന്തം പൈസ കണ്ടെത്തുന്നു, അവരുണ്ടാക്കുന്നു. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ആ ഒരു ഡിവൈഡിങ് മറക്കില്ല ബാബറി, ഇത് ജാംബവാന്റെ കാലത്തല്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇവിടെയുള്ള ഇസ്ലാം ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാവണം. ആ സ്പർദ്ധ നിലനിന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഈ തമ്മിലടിപ്പിച്ച്, അതായത് ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന രീതിയാണ് ഇവിടെ CPM കേരളത്തിൽ നിലനിന്നത്. അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ ഭരണത്തിൽ അവരെത്തിയത്. പക്ഷെ ആ പണി ഇപ്പൊ കോൺഗ്രസ് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. CPM-നേക്കാൾ ഫലപ്രദമായി ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും, അത് ഇത്രയും കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കി. നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിന് കാര്യം മനസ്സിലായി, ഇതല്ല സംഭവം ഇവർ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇങ്ങനെയാണ് നേടുന്നതെന്ന് മനസ്സിലാക്കി അവൾ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടു. അപ്പോൾ CPM-ന് അനുകൂലമായി നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കോൺഗ്രസിലാണ് ഇപ്പോൾ അവർക്ക് പ്രതീക്ഷ, CPM-ൽ ഒരു പ്രതീക്ഷയില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ നിന്ന് കരകയറാൻ എന്തെങ്കിലും തരത്തിലുള്ള രക്ഷയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പറഞ്ഞ പരിപാടി. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഈ കാര്യം പറഞ്ഞത്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഉള്ളില് CPM പിണറായിസമാണ് ഇത് പറയിപ്പിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPM-ലേക്ക് വരുന്ന ആളുകൾക്കെല്ലാം പിണറായിസമാണ്, അവരെ കൊണ്ട് പിണറായിസമാണ് സംസാരിപ്പിക്കുന്നത്. ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങനെ മനസ്സ് പ്രാപ്തമാക്കി എടുക്കുന്നത് പിണറായിസമാണ്. എന്തുകൊണ്ടാണ് ഇവർ വഖഫ് ബോർഡിനെ പറ്റി ഒരു DYFI നേതാവ് സംസാരിക്കാത്തത്? ഇവരെന്താ ചൂടായി പോകുന്നത്? ഇവരെന്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നില്ല? ഈ പറയുന്ന പോലെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിനെതിരായിക്കൊണ്ട് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ, അവിടെ ക്രിസ്ത്യാനികൾ, ബൗദ്ധർ അവരൊക്കെ എല്ലാവരും കൊല്ലപ്പെടുന്നു. അവിടെ അവസാനം കുറച്ച് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ അവിടെ. ഇന്നലെ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ, നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ ശങ്കു പറഞ്ഞതുപോലെ, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളി. ഇനി വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ ഉള്ളൂ. ആ ആളുകളുടെ ക്രൂരമായ അവസ്ഥയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്ര ബീഫസ്റ്റ് നടത്തി? ഇവിടെ പശുവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞതിന് ബീഫസ്റ്റ് നടത്തി. ആ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ഈ ഗ്രാമാന്തരങ്ങളിലും ബംഗ്ലാദേശ് അധിനിവേശത്തിനെതിരെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നില്ല. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് DYFI പ്രതിഷേധം, ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ DYFIയുടെ പ്രതിഷേധം. എവിടെ? കൊല്ലം ചിന്നക്കടയിൽ ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക്. സാധാരണ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ BSNL ഓഫീസൊക്കെ മുന്നിലേക്ക് സമരം നടത്തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതീകമായിട്ടാണ് സമരം നടത്തുന്നത്. ഇത് ഇവർ DYFI പോയിട്ട് ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയാണ്. ഈ എന്താ സംഭവം മനസ്സിലായില്ല. ബംഗ്ലാദേശിൽ ഈ ആളുകളെയൊക്കെ കൊല്ലുന്നത് നരേന്ദ്രമോദിയാണോ? അതോ ശ്രീജിത്ത് പണിക്കർ അവിടെ ചോദിക്കുന്നു, ചിന്നക്കട പോസ്റ്റ് ഓഫീസ് ബംഗ്ലാദേശ് ആയോ? ഇത് ബംഗ്ലാദേശിന്റെ ഉടമസ്ഥയിലുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവർ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ ചെയ്യുമ്പോൾ ഇവർക്ക് വേദനിക്കാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ അപ്പം മുസ്ലിംസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ, മുസ്ലിം സംഘടനകൾ ഈ ബംഗ്ലാദേശിനെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ഹിന്ദു സംഘടനകളടക്കം ചാടി പുറപ്പെട്ട് ഗാസ അല്ലെങ്കിൽ പാലസ്തീൻ എന്നൊക്കെ പറയും. അത് അവർ പറയില്ല, അവർ മൗനമായി അതിനെ വിട്ടുകളയും, മീഡിയ വേണമെങ്കിൽ ചർച്ച ചെയ്യുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു പിണറായിസ്റ്റ് ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തെയല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ CPM-ൻ്റെ ഒരു സ്ട്രാറ്റജി മോഡൽ ആര്യ രാജേന്ദ്രനും വളരെ കൃത്യമായി പഠിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ പഠിച്ചാൽ മാത്രമാണ് അവർക്ക് വളർന്നു വരാൻ കഴിയുള്ളൂ എന്നതൊരു സത്യമാണ്. തീർച്ചയായും.